നമ്മുടെ എല്ലാവരും സ്വന്തം ജോബിൻ മാസ്റ്ററും അമ്മയുമാണ് ഇതിനോടൊപ്പം. നമസ്കാരം. മാസ്റ്റർ, എനിക്ക് ഡാൻസിലോട്ട് വരണം, ഡാൻസിൽ ഒരു സിഗ്നേച്ചർ എനിക്ക് പതിപ്പിക്കണം എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയപ്പോൾ ആക്ച്വലി ഒരു 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എൻ്റെ ബ്രദർ കൊറിയോഗ്രാഫറാണ്. അപ്പം പുള്ളി ഡാൻസ് കളിക്കും, പക്ഷെ ഞാൻ എപ്പോഴും ഡ്രമ്മിൻ്റെ മുകളിലായിരുന്നു എൻ്റെ പരിപാടികൾ. അപ്പോഴാണ് പുള്ളി ഇതിങ്ങനെ ഒരു ഡാൻസ് ഒക്കെ ഫോക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. ലാലേട്ടനുമായിട്ടുള്ളൊരു ബന്ധമാണ്. നീ ഇങ്ങനെ കിവി ഐസ്ക്രീമിൻ്റെ ഒക്കെ അത് ഭയങ്കര എന്തായിരുന്നു, പുള്ളിയുടെ വലിയൊരു ഭയങ്കര ഹിറ്റായിരുന്നു അല്ലേ. അപ്പം അതിലേക്ക് വരാൻ ഒരു ലാലേട്ടനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അറിയാലോ, ഏറ്റവും നമ്മുടെ ആസ് എ കൊറിയോഗ്രാഫർ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു. സർ കട്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ട് ഞാൻ ചെയ്തത് തെറ്റാണ് മോനെ. ഇല്ല സർ, അത് തെറ്റല്ല. തെറ്റാണെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. അത് ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം പുള്ളി 10 സ്റ്റൈലിൽ പുള്ളി ചെയ്ത് കാണിച്ചു. അപ്പം ഞാൻ ഉള്ളിലെ ഫുൾ ആഗ്രഹം കൊണ്ടും ഞാൻ ബബായി പറഞ്ഞ് എന്നോട് ഒത്തിരി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നമുക്ക് ഇനിയും കാണണം, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ ബബായി പറഞ്ഞ് ഇറങ്ങി വെച്ചപ്പോൾ ലാലേട്ടൻ യു വാണ്ട് ടു ടേക്ക് ഫോട്ടോ ഓഫ് മീ ചോദിച്ചു. അതോ സിദ്ധാർത്ഥനായിരുന്നു ഇതിന്റെ അസോസിയേറ്റ് ആയിട്ട് അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്ക് എന്നെ സാബുസലിന്റെ ബ്രദറാന്നും അറിയില്ല, എന്നെ കുറെ റാഗ് ചെയ്തിട്ട് എന്നെ കരയിച്ചിട്ട് സാബുചേട്ടന്റെ ബ്രദറാന്ന് പുള്ളിക്ക് അറിയില്ല, സാബുസലിന്റെ എന്താ അങ്ങനെ അവിടുത്തെ ആൾക്കാരോട് പോയി പറഞ്ഞു. ലാസ്റ്റ് പുള്ളി എന്റെ റൂമിൽ വന്നു, നീ സാബുസലിന്റെ ബ്രദറായിരുന്നോ? ഞാൻ പറഞ്ഞു അത് എന്നാലും ഇങ്ങനെ ചെയ്തെന്റെ അമ്മ. കല്യാണങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് മുസ്ലിം കല്യാണങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പാട്ടുണ്ട് എല്ലാവരുടെ മനസ്സിലുള്ളതല്ലേ, ആ പാട്ടിൽ അത് എന്ത് കല്യാണം. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാരൻ കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിത്താശിക്കുന്ന മലർ വീരിഞ്ഞതിരൂരും തേനൊന്നു കൂടിത്തിടുവാനേ. എന്തായാലും ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ജോബിൻ ചെറിയതായിട്ട് ജസ്റ്റ് ഒരു ട്രൈ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയും കൊറിയോഗ്രാഫിയിലൂടെയും ഈ മൊഞ്ചനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ എല്ലാവരും സ്വന്തം ജോബിൻ മാസ്റ്ററും അമ്മയുമാണ് ഇതിനോടൊപ്പം. നമസ്കാരം. നമസ്കാരം. സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. കാരണം ടിവികളിലാണെങ്കിലും റിയാലിറ്റി ഷോയിലാണെങ്കിലും ഈ മുഖം നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ഇവിടെ വരാൻ കാരണം 80 വയസ്സുള്ള ജോബിന്റെ അമ്മ അടിപൊളി പാട്ടുകാരിയാണ്, വരയ്ക്കും. അപ്പൊ പാട്ടും കൊട്ടുമായിട്ട് നമുക്ക് ഇങ്ങ് പോവാം. അമ്മേ, എന്തുകൊണ്ട് വിശേഷം? പ്രേക്ഷകർ ഇരുന്ന് ചിന്തിക്കുമായിരിക്കും, അമ്മയ്ക്ക് 80 വയസ്സോ അല്ലേ? പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, ഇനിയും വരുന്നതേ ഉള്ളൂ പൂരം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാട്ടിൽ നിന്ന് തുടങ്ങാം. തകർക്കാൻ നമുക്ക് എന്താ ഫസ്റ്റ് പാട്ടിലങ്ങ് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. എന്ത് വേദ പറയുന്നത് പറയുന്നില്ല, ഏത് വേണമെന്ന് പറഞ്ഞാൽ സാധനമുണ്ട്. അമ്മ തുടങ്ങിക്കോ. അമ്മ പാടും, മാസ്റ്റർ കൊട്ടും. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ പരിപാടി? ഏതാ വേണ്ട, ഏതാ പാട്ടാ വേണ്ട? അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫസ്റ്റ് തുടങ്ങിക്കോ. അഖിലാണ്ടേശ്വരി ചാമുണ്ടേശ്വരി പാലയമാ ഗൗരി പരിപാലയമാ ഗൗരി ശുഭഗാത്രി ഗിരിരാജപുത്രി അഭിനേത്രി സർവാർദ്ധദാത്രി ശുഭഗാത്രി ഗിരിരാജപുത്രി അഭിനേത്രി സർവാർദ്ധദാത്രി. അടിപൊളി അടിപൊളി. ശരിക്കും മാസ്റ്റർ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ? സത്യം. അമ്മച്ചീൻ്റെ അടുത്താണ് നമ്മുടെ എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കാം, എവിടെ നിന്നാണ് പാട്ട് പാടുന്നത്, എന്താ ഡ്രംസ് വായിക്കും, എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വന്നതൊക്കെ ഇവിടുന്നാണ്. മാസ്റ്റർ ഡാൻസിൽ ടോപ്പ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും
ഡ്രമ്മാണ് നമ്മുടെ ഇഷ്ടം. അതെ, എനിക്ക് ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ജാസ് ഡ്രംസും ട്രിപ്പിൾ ഡ്രം. എൻ്റെ ബ്രദർ ഡ്രമ്മറാണ്. അപ്പം ചെറുത് മുതലേ ഒരു 4-4.5 വയസ്സ് മുതലേ ഞാൻ അതിലായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടം. അമ്മയെ പണ്ട് മുതലേ കൊട്ടുമായിരുന്നോ ആര്? മോനെ? ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ പാട്ടിന് എൻ്റെ മൂത്ത മോൻ തുടങ്ങി എല്ലാവരും കൊട്ടിൽ പഠിച്ചത് എൻ്റെ അടുത്ത്. കൊട്ട് അന്ന് കുട്ടിക്കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു പരിപാടി? കൊട്ട്, ക്രിക്കറ്റ് കളി, കൊട്ടല്, പിന്നെ പാട്ട്, ഡാൻസ്, പിന്നെ ഈ ഡ്രംസിന്റെ ഇതൊക്കെ എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടേ. ഞാൻ കേട്ടത് അടുക്കള ഒറ്റ പാത്രം പോലും ഇല്ല, എല്ലാം കുട്ടിക്കുട്ടി. അതെ ശരിയാ. വീട്ടിലുള്ള സാധനങ്ങൾ ഡ്രംസ്, പിന്നെ ചായപ്പൊടിന്റെ പാത്രവും മറ്റേതും മറിച്ചും ഒക്കെ ഉണ്ടാവില്ല, വലിയ വലിയ ടിൻസുകൾ, അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ കൂല് കൊണ്ടുവന്നിട്ട് അടിയോടെ അടിയാ. ഇവിടെയും അല്ലല്ലോ, നമ്മള് വയനാട്ടിലാണ്. എല്ലാരും അതെ, എല്ലാരും പഠിച്ചിട്ടുണ്ട് ഇത്. എനിക്ക് ഡാൻസിലോട്ട് വരണം, ഡാൻസിൽ ഒരു സിഗ്നേച്ചർ എനിക്ക് പതിപ്പിക്കണം എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയപ്പോൾ ആക്ച്വലി ഒരു 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എൻ്റെ ബ്രദർ കൊറിയോഗ്രാഫറാണ്. ആ ഒരു 5ാം ക്ലാസ്സിൽ ഞാനൊരു ഉച്ചയ്ക്ക് UP സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ഒരു ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനൊരു ഓട്ടം ഉണ്ടല്ലോ, ആ പോകുന്ന പോക്കിന് പുള്ളി ഒരു ഡാൻസ് തന്നെ. അപ്പം പുള്ളി ഡാൻസ് കളിക്കും, പക്ഷെ ഞാൻ എപ്പോഴും ഡ്രമ്മിൻ്റെ മുകളിലായിരുന്നു എൻ്റെ പരിപാടികൾ. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഒരു ഡാൻസ് ഒക്കെ, ഫോക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിലേക്ക് പോയി. യൂത്ത് ഫെസ്റ്റിവലിൽ ചെന്ന യൂത്ത് ഫെസ്റ്റിവൽ എല്ലാ ഇതിലും വിൻ ചെയ്യാൻ തുടങ്ങി. ഡാൻസിൽ ഏതൊക്കെ ഇവന്റിനായിരുന്നു മത്സരിച്ചത്? ഫോക്ക് ഡാൻസ് ആയിരുന്നു എൻ്റെ മെയിൻ ഇവന്റ്. പിന്നെ ഓട്ടംതുള്ളലുണ്ടായിരുന്നു, ക്ലാസിക്കൽ ഉണ്ടായിരുന്നു, പിന്നെ ഡ്രമ്മിൽ ഉണ്ടായിരുന്നു, മോണോ ആക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിന്റെ പേരിൽ ജോബിനെ മാത്രം വിട്ടാൽ ഏറ്റവും ബെസ്റ്റ് സ്കൂളിലായിരുന്നു. അപ്പം യൂത്ത് ഫെസ്റ്റിവൽസിന് ആ സമയത്ത് വയനാട്ടിൽ സ്റ്റേറ്റിൽ നമ്മളായിരുന്നു വിന്നേഴ്സ്. ആ വയനാട്ടിലൊരു കൊച്ചു സെന്റ് കാത്തറൈൻസ്, പയ്യമ്പള്ളി, GKMHS, ഈ സ്കൂൾസ് ആയിരുന്നു കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ അവരായിരുന്നു. അപ്പം നമ്മളെല്ലാ നല്ല നല്ല എല്ലാ കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. നല്ലൊരു ഓർമ്മകളായിരുന്നു. അതായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ ഏറ്റവും ഒരു വേഗം നമുക്ക് തന്നത്. കലോത്സവ വേദികളും മറക്കാൻ പറ്റത്തില്ല. അമ്മ തുടക്ക സമയത്ത് ഇങ്ങനെ ഒരു മോന് കഴിവുണ്ട്, അല്ലെ മോനെ നിന്നെ കൊണ്ട് പറ്റൂ എന്നൊരു ചിന്ത അമ്മയ്ക്ക് വന്നപ്പോഴായിരുന്നു? ഓൾറെഡി അടുക്കള പാത്രം പൊട്ടിച്ചു എല്ലാ പിന്നെ ഡാൻസ് വീട്ടിൽ ഞാനിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റേ മാർഗം കളി, ഡാൻസ് ഒക്കെ കുട്ടികൾ വന്നിട്ട് വീട്ടിൽ പഠിക്കുന്ന കാണുമ്പോഴല്ലോ ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞും പാത്തൊക്കെ ഇങ്ങനെ നോക്കൂ. പിന്നെ നോക്കുമ്പോ അമ്മമാരെ കുടുംബശ്രീ എല്ലാരും മാർഗം കളി, പിന്നെ തിരുവാതിര, ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ എല്ലാരും വന്ന് അതെല്ലാം നല്ല ഘോഷമായിട്ടെല്ലാം, അതായത് ഇവർക്കറിയാം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഞാൻ എല്ലാവരെയും അപ്പൂപ്പനൊക്കെ ആക്കി എല്ലാത്തിനെയും വിട്ട് പാട്ടും പാടി ഞാൻ കൊട്ടും കഴിച്ച് പോവുമായിരുന്നു. അങ്ങനെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം എടുത്തു നോക്കി എല്ലാവരും കലാകാരന്മാരാ. 6 പേരുണ്ട്. 6 പേരും ഇതിൽ തന്നെ. ഇപ്പം ഇവരുടെ എല്ലാ അമ്മച്ചിന്റെയും പപ്പയില്ല, ഇപ്പം പപ്പ മരിച്ചു. അപ്പൊ ഒരു നാടക സംവിധായകൻ നാടക സംവിധായകനായിരുന്നു പപ്പ. പപ്പേന്റെയും അമ്മച്ചിയുടെയും 2 പേരുമാണ് നാടക ഇതിനും എല്ലാം പോയി. ഒത്തിരി ആ ഒരു അവർ 2 പേരുടെയും കഴിവുകളാണ് നമ്മൾ മക്കൾക്കെല്ലാം. 6 പേരും അവരവരുടെ ഇതിൽ പ്രൊഫഷൻ. ഇപ്പം ചേച്ചിയാണെങ്കിൽ ഡ്രോയിങ് ടീച്ചറാണ്. ഒരാൾ ബെസ്റ്റ് കൊറിയോഗ്രാഫർ. യൂത്ത് ഫെസ്റ്റിവലിലെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊറിയോഗ്രാഫറാണ് സാബു എന്ന് പറഞ്ഞാൽ. ഈ വർഷവും അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ എല്ലാ വർഷവും ഉണ്ടാവും. പിന്നെ ഒരാൾ സാജു, അദ്ദേഹം ഡ്രമ്മറാണ്. ഇപ്പം ഏറ്റവും ബെസ്റ്റ് ഒരു ട്രൂപ്പിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. ചേച്ചി ഡ്രോയിങ് ടീച്ചറാണ്. ഒരാൾ സിംഗറാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ തന്നെ ഇതിൽ തന്നെ. ആർട്ടിലൊരാളില്ലേ? ആരാണ് ആർട്ടില്? ആർട്ടില അത് ഇദ്ദേഹത്തിന്റെ സ്വന്തം ചേട്ടന്റെ മോനാണ് സാബു സിറിൽ. വേൾഡ് വൈഡ് ഇത്രയും നമുക്ക് നമ്മുടെയൊക്കെ സ്വന്തം ബ്രദറാണ്. പുള്ളിയാണ് എന്നെ മൂവിയിലേക്കും എനിക്കൊരു വേ തന്നത്. സാബു ചേട്ടനാണ്. ശരിക്കും വന്ന വഴികളിലെ ഓരോ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുമ്പോൾ മുന്നിട്ടുള്ള ജീവിതത്തിൽ ഗുണമേ ചെയ്തിട്ടുള്ളൂ. സത്യം. ഞാൻ ഈ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഭരതൻ സാറിന്റെ മോന്റെ പേരെന്തായിരുന്നു ആരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അമ്മച്ചി തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഭരതൻ സാറിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആളല്ലേ ഡയറക്ടർ, സാറിന്റെ മോന്റെ പേരെന്താണ്? സിദ്ധാർത്ഥ്. അപ്പൊ സിദ്ധാർത്ഥ് ഭരതനായിരുന്നു ഇതിന്റെ അസോസിയേറ്റ് ആയിട്ട് അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്ക് എന്നെ സാബുസലിന്റെ ബ്രദറാന്നും അറിയില്ല. എന്നെ കുറെ റാഗ് ചെയ്തിട്ട് പുള്ളി കരയിച്ചിട്ട്. ഇപ്പൊ പുള്ളി ഞാനിപ്പം പുള്ളിയായിട്ട് കമ്പനിയേ ഇല്ല, പക്ഷെ പുള്ളി എന്താ പറയാ, എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് എന്നായിട്ട്
ഉരുട്ടി അവിടെ പുള്ളി അസോസിയേറ്റ് ആണ്, എന്നെ ഇത് ചെയ്യിപ്പിക്കും, പണി ചെയ്യിപ്പിക്കും, ക്ലാപ്പ് അടിപ്പിക്കും, എന്നെ വഴക്ക് പറയും. പിന്നെ ചോക്ക് ഉണ്ടാവും, മറ്റേ ചോക്ക് ഉണ്ട്. അപ്പം ക്ലാപ്പ് ബോർഡിലുള്ള ഇതും മാർക്ക് ചെയ്യേണ്ട ഇതൊക്കെ ഉണ്ട്. അപ്പം കാഞ്ചീവരം എന്ന് പറഞ്ഞ മൂവിയാണ്. ആക്ച്വലി അത് നാഷണൽ അവാർഡ് വിന്നിങ് മൂവിയാണ്. അപ്പോൾ വലിയ ചുറ്റും ഒരു ദ്വീപിൻ്റെ ഉള്ളിലൊക്കെ പോകുന്നത്. അപ്പം മാർക്ക് ചെയ്യേണ്ടത് മറ്റേ ചോക്ക് വെച്ച്. അപ്പം ഞാനാ മാർക്ക് ചെയ്യേണ്ട. പ്രകാശ് രാജ് സാറിന് പോയി മാർക്ക് ചെയ്യണം, എല്ലാവരെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓടി വരും. ഇത്ര കഷ്ണം പീസ് ഒരു ചോക്ക് എൻ്റെ അടുത്തുള്ളൂ, ഒരു പീസേ ഉള്ളൂ. ശരിക്കും അത് മൊത്തം ചോക്ക് എടുത്തിട്ട് വന്നാൽ ഞാനായിരുന്നു. ആ ചോക്ക് എടുത്ത് പുള്ളി ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു. അപ്പം ഞാൻ വിറച്ചിട്ട്, സാറ് പറയുന്നു മാർക്ക് ചെയ്യാൻ പറയില്ലേ, ഞാൻ വിറച്ച് കൈയൊക്കെ വിറച്ച് ഞാൻ ഇതായി. ലാസ്റ്റ് ഒരു എനിക്കൊന്ന് 25 days കഴിഞ്ഞു. എന്നിട്ടും പുള്ളി ഒന്നും എന്നോട് കമ്പനി ആയിട്ടേ ഇല്ല, ഭയങ്കര റഫ് ആയിരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് അവിടെ പോയി കരഞ്ഞ്. സാബു ചേട്ടന്റെ ബ്രദറാന്ന് പുള്ളിക്ക് അറിയില്ല. സാബു ചേട്ടൻ്റെ എന്താ പറയുക, അങ്ങനെ അവിടുത്തെ ആൾക്കാരോട് പോയി പറഞ്ഞു. ലാസ്റ്റ് പുള്ളി എന്റെ റൂമിൽ വന്നു, നീ സാബു ചേട്ടന്റെ ബ്രദർ ആയിരുന്നോ? ഞാൻ പറഞ്ഞു അത് എന്നാലും ഇങ്ങനെ ചെയ്ത് എൻ്റെ ബ്രോ എന്നെ ഭയങ്കര നമ്മൾ പ്രത്യേകിച്ച് ഞാൻ വയനാട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് പോകുന്നില്ല, നമുക്കും അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ പക്ഷെ പുള്ളി നല്ലൊരു വ്യക്തിയായിട്ട് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ പുള്ളി എത്രയോ വർഷങ്ങളായി കാണുമ്പോൾ പുള്ളിനെ ഞാൻ ഓർക്കുകയാണല്ല. അതൊക്കെ നല്ലതായിരുന്നു. അന്ന് എനിക്ക് ചോക്കറേനെ ഞാനൊരു 5 ചോക്ക് എൻ്റെ കീശയിൽ വെച്ച് പോണ്ടവനാണ്. ഞാൻ ഇത്രയുള്ളൊരു കുഞ്ഞിൻ ചോക്കം വെച്ച് പോയതുകൊണ്ടായിരിക്കും പുള്ളി അത് ചെയ്തത്. പുള്ളിനെ ഞാൻ ഈ സമയത്ത് ഓർക്കാം. അതെല്ലാം ലൈഫിൽ ഓരോ പാഠങ്ങൾ തന്നെ, ഓരോ പാഠങ്ങൾ. ശരിക്കും ബ്രോ ഇന്നും ഡാൻസിലോട്ട് വരാനും കൊറിയോഗ്രാഫർ ആകാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇത്ര എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ആ ചെറുപ്പക്കാരോട് പറയാനുള്ളത്? ഓഫ് കോഴ്സ് ഞാൻ പറയാം, ഒന്ന് പാഷനേറ്റ് ആയിരിക്കണം ഡാൻസിനോട്. എന്താ പറയുക, അത്രയധികം സ്നേഹിച്ചു പോവുക ഡാൻസിനെ. പിന്നെ ഇതിനോടുള്ള കൊതി താഴെയും ഡാൻസിനോടുള്ള കൊതി കൂടുതലുമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ആ പറഞ്ഞ ഈ സാധനങ്ങൾക്ക്, ഈ സാധനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മൾ കാശിന് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് പോകുമ്പോഴൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വെച്ചാൽ ആദ്യം എത്ര പേയ്മെൻറ്റ് എന്നാണ് ഇപ്പോഴത്തെ പിള്ളേരും ഉൾപ്പെടെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ആദ്യം എത്രയാണ് പേയ്മെന്റ് എന്നുള്ളതാണ് എന്നോട് ഇപ്പം ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞു ആദ്യം അതാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോഴും ചോദിക്കില്ല. ഞാൻ ഇന്നും പ്രോഗ്രാമിന് ഇതിൽ പോയി എനിക്കിപ്പോഴും ഇതിനൊക്കെ പോകാൻ ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മുടെ ഇനാഗ്രേഷൻസ് ഒക്കെ ചെയ്യും. ഞാൻ ഇന്ന് വരെയും ആരോടും ഞാൻ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഞാൻ പോയി ഡാൻസ് ചെയ്യാനും ഫ്ലൂട്ട് പ്ലേ ചെയ്യാനും. അപ്പൊ വിളിക്കാത്തതിന്റെ കുഴപ്പമുണ്ടാവുള്ളൂ. എല്ലാവരും ചോദിക്കും ഇന്നലെ വിളിച്ചാലും സാറിനൊക്കെ ഭയങ്കര കാശാവില്ല. ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇനി എന്നും ഇനാഗ്രേഷൻ ആവട്ടെ? അതെ, എല്ലാവരും കോളേജിലൊക്കെ പോകാനും നമുക്ക് ഇഷ്ടമല്ലേ ഇതൊക്കെ, നമ്മൾ പഠിച്ച കലയും നമുക്ക് കാണാനുള്ളതും ഫെയിമും കാര്യങ്ങളൊക്കെ വരാൻ ഇപ്പം ഓടി വരുന്ന അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പൈസക്ക് പൈസ തന്നെ വേണം. പക്ഷേ മാസ്റ്ററിന്റെ ഓരോ വാക്കുകളിൽ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ പൈസ അമിതമായിട്ട് സ്നേഹിക്കുകയും നമ്മളെ ഇഷ്ടപ്പെടുന്ന കലയെ നമ്മൾ പൈസയുടെ താഴ്ത്തട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വളരത്തില്ലല്ലേ? ഒരിക്കലും ഞാൻ പറയാം, 100% പറയാം, വളരാൻ പറ്റുകയില്ല. ഒരു സമയത്ത് ചിലപ്പോൾ നിനക്ക് 10 ലക്ഷം രൂപ കിട്ടുമായിരിക്കും അച്ഛൻ. പക്ഷെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ 10 ലക്ഷവും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവത്തില്ല. സോ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ കലേനെ സ്നേഹിച്ചു പോയിക്കോ, അത് നമുക്ക് ദൈവം തനിയെ തരും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ വീടും എൻ്റെ അമ്മച്ചി ഇവിടെ വന്നതും എൻ്റെ പുറത്ത് കിടക്കുന്ന കാറും ഇതൊക്കെ. അതൊന്നും അഹങ്കാരമല്ല, ഇതൊക്കെ ദൈവം എന്ന് പറഞ്ഞതും നമ്മുടെ ഹാർഡ് വർക്കും എല്ലാം ഉണ്ടെങ്കിൽ. ഹാർഡ് വർക്ക് റെഡി ആയി കഴിഞ്ഞാൽ, കറക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം താനേ വരും അല്ലേ? എല്ലാം താനേ വരും. നമ്മൾ നിർത്തരുത് അച്ഛൻ. ഞാൻ ഇപ്പോഴും ഇന്ന് രാവിലെയും പോയി പ്രാക്ടീസ് ചെയ്ത് ജോബിൻ കൊറിയോഗ്രാഫർ. ഞാൻ ഇന്നും പെർഫോമറാണ്, അച്ഛനെ അറിയാലോ. ഞാൻ എൻ്റെ ഷോസൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാ കൊറിയോഗ്രാഫേഴ്സും പഠിപ്പിക്കും, അവർ ഡാൻസ് പെർഫോം ചെയ്യാറില്ല. ഞാൻ ഇന്നും ഏത് ചാനലിൽ നോക്കിയാൽ എൻ്റെ മുഖം കാണുന്നത് എനിക്ക് പെർഫോം ചെയ്യാൻ ഇഷ്ടം. ഇപ്പോഴും കൊതിയാ എനിക്ക്. ഇപ്പോഴും പോയി എവിടെയെങ്കിലും ഒരു ഇതിലേക്ക് എന്നെ ഷോന് വിളിച്ച് അപ്പം കയറി എനിക്ക് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ നടുവിനൊക്കെ വേണമെങ്കിൽ എടുക്കുമായിരിക്കും. പക്ഷെ ഇന്നും എനിക്ക് അതൊരു കൊതിയാ. ഡാൻസിനോടും കലാകാരോടും എല്ലാവരോടും ആ ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഫ്ലൂട്ട് ഒന്ന് വായിക്കണം.
ഞാൻ അതും പറയാം. ഇത് ആക്ച്വലി ഞാൻ ജീവിതത്തിൽ പഠിക്കാത്തൊരു കാര്യമാണ്. ഫ്ലൂട്ട് പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ഇതും ഒരു കളിയാക്കലിന്റെ കൂടെ തുടങ്ങിപ്പോയതാണ്. ഞാൻ അത്യാവശ്യം ഡ്രംസ് ഒക്കെ പ്ലേ ചെയ്യും, ഡാൻസ് ചെയ്യുന്നുണ്ട്, ആ കൊച്ചു പാടുന്നുണ്ട്, ഇങ്ങനെ കീബോർഡ് അമ്മച്ചിന്റെ കൂടെ അങ്ങനെ പ്ലേ ചെയ്യും. എല്ലാത്തിലും കൈവച്ചപ്പോൾ എന്നോട് സീരിയസ് ആയിട്ട് ഒരാൾ പറഞ്ഞു, നീ എന്താ എല്ലാം ചെയ്യാൻ മറ്റേ ഭയങ്കര അങ്ങനെയാണോ എന്ന് വെച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെ എന്നെ ഒരു കളിയാക്കുന്ന. ഞാൻ ഇത് ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ എന്നെ ഒരാൾ ഇതേപോലെ ഇതെന്താ ഇത് വലിയ അത് ഭയങ്കര ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ആക്ച്വലി ഫ്ലൂട്ട്. അത് ഞാൻ സമ്മതിക്കുന്നത്. ഫ്ലൂട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഫ്ലൂട്ടും വയലിനും. ബാക്കി എല്ലാത്തിനും കീസ് ഉണ്ട്. ഇത് നമുക്ക് അപ്പൊ അങ്ങനെ തന്നെ ഒരു ഇതിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട്. അപ്പൊ ഞാൻ ആ ദിവസം ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ കളഞ്ഞു. പിന്നെ ഇതേപോലെ എന്താ പറഞ്ഞ എന്ന് ട്രൈ ചെയ്താൽ എന്താ നമുക്ക് നോക്കാം, പരീക്ഷ നോക്കാം. അപ്പം ഇപ്പൊ ഞാൻ കൊച്ചായിട്ട് സോങ്സുകളൊക്കെ പ്ലേ ചെയ്യും. ഇത് പ്ലേ ചെയ്യുന്ന കണ്ടിട്ട് എന്നോട് സ്റ്റീഫൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, നിന്നെ ഞാനൊരു എൻ്റെ കൂടെ പ്ലേ ചെയ്യും. അതെന്നെ വലിയൊരു സന്തോഷമാണ്. ഇപ്പം ഹരി ഇല്ലേ പാടുന്ന, പുള്ളിയുടെ മുന്നിൽ പ്ലേ ചെയ്തു. അപ്പോഴൊക്കെ ഒരു പഠിക്കാത്തതാണ്, പക്ഷെ അത്യാവശ്യം എനിക്ക് ഇഷ്ടം. അല്ല എല്ലാവരോടും പറയാൻ ഇത് എല്ലാവർക്കും നമുക്ക് ചെയ്യാനുള്ള ദൈവം എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇതേപോലെ എന്തെങ്കിലും ഒരു വെരി വരുമ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പറ്റും, എല്ലാവർക്കും എല്ലാം കൈയും കാലും അല്ലേ ദൈവം തന്നിരിക്കുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റും. അമ്മ പണ്ട് മുതൽ ഈ പോസിറ്റീവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പോസിറ്റീവ് എനർജി തന്നെ ഉള്ളൂ. ശരി കേട്ടോ ബ്രോ, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു ബ്രോ. അപ്പൊ നമുക്ക് ഫ്ലൂട്ടിലോട്ടൊന്ന് പോവാം. ഓക്കെ, വായിക്കുന്നേ നമുക്ക് ഗസ് ചെയ്യട്ടല്ലേ? ഗസ് ചെയ്യാം നമുക്ക്. എന്തായാലും ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ചെറിയതായിട്ട് ജസ്റ്റ് ട്രൈ ആണ്. താങ്ക് യു. ഇപ്പൊ എല്ലാ സോങ്സുകളും അത്യാവശ്യം വായിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ വലിയൊരു ഇൻസ്ട്രുമെന്റ്സ് ഇതുപോലെ എന്തൊക്കെ വായിക്കും? തബല പ്ലേ ചെയ്യും, പിന്നെ ജാസ് ഡ്രംസ്. ഞാൻ ജാസ് ഡ്രംസിൽ ബ്രദറാണ് എൻ്റെ ഗുരു. ഞാൻ ഇന്റർസോണിൽ 3 years കണ്ടിന്യൂസ് ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ നോട്ട്സ് എനിക്ക് അറിയത്തില്ല. നോട്ട്സ് ഇപ്പോഴും ജാസ് ഡ്രംസിന്റെ നോട്ട്സ് എനിക്ക് ഫ്രണ്ടില് നമ്മുടെ ഇങ്ങനെ ഇതുണ്ടല്ലോ, ആ നോട്ട് ബ്രദറിന് അറിയാം. ബ്രദർ പാലക്കാടൊക്കെ ഇതിന്റെ ഒക്കെ പഠിച്ചു വന്നു, ഒത്തിരി പഠിച്ച. പക്ഷെ ഞാൻ ആ ഡ്രംസിന്റെ എല്ലാ ബീറ്റുകളും വിത്തൗട്ട് ഇതിൽ വായിക്കും. പുള്ളി പഠിപ്പിച്ചിരുന്ന സാധനങ്ങൾ ഇതുകൊണ്ട് ചെയ്യുന്നത് ജസ്റ്റ് പ്ലേ ചെയ്യും മൊത്തമായിട്ട്. അടിപൊളി. അമ്മേ, ഞാനിവിടെ വന്ന സമയത്ത് അമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ? ഇത്രയും സുന്ദരനായ നിനക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാൻ ഞാൻ ഉദ്ദേശിച്ചു. എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ട്, ഒരു 2 വരി. കളിയല്ല നീ എന്റെ ലിവറാണ് ഹേ, അയ്യോ ഫാഷൻ തുളുമ്പുന്ന ഫ്ലവറാണ് യു. അയ്യോ, ഇതിനപ്പുറത്തോട്ട് എനിക്ക് ഒന്നുമില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. ലവ് വരും, ആ പാട്ടിനോട് ലവും വരും. അമ്മ, കല്യാണങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് മുസ്ലിം കല്യാണങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പാട്ടുണ്ട് എല്ലാവരുടെ മനസ്സിലുള്ളതല്ലേ? ആ പാട്ടില്ലാതെ എന്ത് കല്യാണം? ആരംഭം തുളുമ്പം പാടാ. പിന്നെ അമ്മച്ചിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സുള്ള മുസ്ലിം ഫ്രണ്ട്സ് അമ്മച്ചിന്റെ വയനാട്ടിലെ ചുറ്റുവട്ടത്തൊക്കെ എല്ലാവരും വൈബ് ആൾക്കാരാണ്. ശരിക്കും അമ്മയൊക്കെ വയനാട് നാട്ടിൽ പോയി കഴിഞ്ഞാല് എല്ലാരും അന്ന് ആ വീട്ടിൽ കാണുമല്ലേ, വട്ടത്തിരുത്തി പാടിപ്പിക്കും. എല്ലാവർക്കും ഭയങ്കര ഖദീസുമ്മ, എല്ലാ ഉമ്മമാരുണ്ടോ? എല്ലാരും ഉണ്ടാവും. അപ്പൊ എല്ലാ ഉമ്മമാർക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാരൻ കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന്
ആനന്ദിച്ചാശിക്കുന്ന മല വിരിഞ്ഞതിരൂരും തേനൊന്നു കൂടിക്കിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കതിർ മുഖം മാരൻ കണ്ട് നേരമ്പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മല വിരിഞ്ഞതിരൂരും തേനൊന്നു കൂടിക്കിടുവാനേ. ഞാൻ ഒരു പ്രോഗ്രാം തരട്ടെ, അമ്മയും മോനും വരാവോ? എന്താ വരാണ്ട്? 80 വയസ്സിൽ ഇത്ര എനർജി ആണെങ്കിലുണ്ടല്ലോ, ആയ കാലത്തൊക്കെ എന്റെ അമ്മേ അടിപൊളി. നീ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് വേറെ നിനക്ക് കണ്ടന്റ് കിട്ടില്ല. സത്യം കേട്ടോ, താങ്ക് യു, പ്രത്യേകം താങ്ക് യു. അത് പുള്ളി ഒന്നിനു മുന്നിൽ അധികം വന്ന് നിൽക്കാറില്ല. അപ്പോ ഇന്ന് അജയൻ കുട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ലാലേട്ടനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നീ ഇങ്ങനെ കിവി ഐസ്ക്രീമിന്റെ ഒക്കെ അത് ഭയങ്കര എന്തായിരുന്നു, പുള്ളിയുടെ വലിയൊരു എന്താ ഭയങ്കര ഹിറ്റായിരുന്നു അല്ലെ കിവി. അത് കൊറേ എന്താ പറയാ, കൊറേ തെറിയും കേട്ടു, അതില് കൊറേ നല്ലതുണ്ട്. അപ്പം അതിലേക്ക് വരാൻ ഒരു ലാലേട്ടനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അറിയാലോ, ഏറ്റവും നമ്മുടെ കൊറിയോഗ്രാഫർ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു. അപ്പം അത് അതിലേക്ക് എത്തി എനിക്കിങ്ങനെ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഡയറക്ടറാണ്. ഡയറക്ടർ എന്നോട് കുറച്ച് പിണങ്ങി, ഫോൺ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിണങ്ങി എന്തോ ചെയ്യുമായിരുന്നു. എന്നിട്ട് അവൻ പുള്ളി എന്നെ ഒരു ദിവസം വന്ന് അവിടെ വന്ന് കണ്ട് എന്നോട് പറഞ്ഞു, ഇത് നീ കേട്ടാൽ ചിലപ്പോൾ ഞെട്ടും, ഞാൻ എൻ്റെ പുതിയ പ്രൊജക്റ്റില് ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞ ഞാൻ വരുന്നില്ല, നിന്റെ പരിപാടി നീ എന്നെ ഫോൺ വിളിച്ചിട്ട് നീ എടുത്തില്ല, നിന്റെ പരിപാടി ഞാൻ ചെയ്യില്ല. എടാ ഞാൻ പറയുന്നത് കേൾക്ക്, ഇല്ല ഞാൻ വരില്ല കൊറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ കൊണ്ട് പറഞ്ഞു. ലാലേട്ടനെ നീ കൊറിയോഗ്രാഫി ഞാനൊന്ന് കുറച്ച് എന്നാ ഞാൻ വരാം. ഓരോ ഞാൻ തലചുറ്റി പോയി. അത്രയും വലിയൊരു ഏറ്റവും വലിയൊരു ലെജൻഡിനെ ഏതൊരു കൊറിയോഗ്രാഫറും ഏതൊരു ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിനെ പോലത്തെ ഒരു ആളെ ഒരു മിനിറ്റെങ്കിലും, ഒരു 2 minutes ആണെങ്കിലും ടീച്ച് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അച്ഛൻ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ലാലേട്ടനെ കണ്ട് കഴിഞ്ഞപ്പോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം അതൊരു സ്റ്റോറിയോടെ തന്നെ ഞാൻ പറയാം. ഞാൻ സാബു ഹുസ്രലിനെ ഇതേപോലെ പറഞ്ഞില്ല. സാബു ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആരെയും നമ്മുടെ പേര് വെച്ചിട്ട്, സാബു ഹുസ്രൽ എന്ന് പറഞ്ഞ വലിയൊരു ലെജൻഡിന്റെ പേര് വെച്ചിട്ട് ഒരിക്കലും ഒരാളെയും പോയി നമ്മള് വഴി അപ്രോച്ച് ചെയ്യുന്നത് അതല്ല അതിന്റെ ഒരു ഇത്. ഓൺ ആയിട്ട് തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ചെയ്ത് നിങ്ങൾ എത്തണം. അത് അദ്ദേഹത്തിന് മോളോടും അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ മോളാണെങ്കിൽ ഇപ്പം ഷാറൂഖ് ഖാന്റെ ഒക്കെ എല്ലാ മൂവീസും കാര്യങ്ങളൊക്കെ ആർട്ട് ചെയ്യുന്ന പെൺകുട്ടിയാണ് മോള്. അവരെ വരെയും പുള്ളി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യില്ല, ഹാർഡ് വർക്ക് ചെയ്യുക, പണിയെടുക്കുക, അതിനുള്ള ഇത് ചെയ്യുന്ന. അങ്ങനെ ഞാനും ഇതേപോലെ വർക്ക് ചെയ്ത് ലാലേട്ടന്റെ ഈ ഒരു കിവിയിലേക്ക് എത്തിയപ്പോൾ പുള്ളിനെ പഠിപ്പിക്കാൻ വരുന്നു, പുള്ളി വരുന്നു, ലാലേട്ടൻ വരുമ്പോഴുള്ളൊരു ഗുമുണ്ടല്ലോ, അന്ന് തുടങ്ങി ഇതിലേക്ക് കയറി പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഇതിലേക്ക് വിളിച്ചു. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറിനും ഭയങ്കര നിർബന്ധമായിരുന്നു, ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഷഫിൾസ് എന്ന് പറയും, കാലിന്റെ ഷഫിൾസ് വെച്ച് ചെയ്യുന്ന സ്റ്റെപ്സ് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കണം. മസ്റ്റായിട്ടും ആ ഒരു ഇത് മൊമെന്റ് ഇതിൽ ഉണ്ടാവണം. അപ്പൊ എന്തായാലും അത് മാസ്റ്റർ ചെയ്യിപ്പിക്കണം. അപ്പൊ എനിക്കും ടെൻഷൻ, സാർ മാസ്റ്റർ ഷഫിളൊക്കെ ചെയ്യിക്കുക എന്ന് പറയുന്നത് സാർ ചിലപ്പം പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാണ്ടാവോ, നമുക്ക് സമ്മതിക്കുമോ അല്ല അങ്ങനത്തെ ഒരു ഇതാണോ. പിന്നെ ലാലേട്ടന്റെ സ്റ്റൈൽ ഉണ്ട്. അപ്പൊ ഞാനതാ മനസ്സിൽ എന്റെ ഇതിലുള്ള ഐസ്ക്രീം ഒക്കെ പിടിച്ചൊക്കെ ഇറങ്ങി മോനെ എന്നൊക്കെ പറയുന്ന ഒരു ഡാൻസ് ഒക്കെ ഇങ്ങനത്തെ ലൈറ്റ് ചെയ്യാന്നൊക്കെ. ഷഫിൾസ് വേണം, ഓക്കെ. ഷഫിൾസിന്റെ കുറെ ഒരു 10-30 സ്റ്റെപ്സുകൾ, ഓരോരോ എ പ്ലാൻ ബി പ്ലാൻ എല്ലാം ഞാനിങ്ങനെ ചെയ്ത് സെറ്റാക്കി നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ട് ഒരു വിട്ടു. മോനെ ഇതാ സ്റ്റെപ്പ് മോനെ പഠിക്കണ്ടേ, ഇതാ ചെയ്യണ്ടേ, ഒരു ഇതുമില്ല ബ്രോ. ഞാൻ പറഞ്ഞു ഷഫിള് മോനെന്താ കാണിച്ചോ ഞാൻ ചെയ്യാം, പഠിപ്പിച്ചു. അതന്നെ ആ ഷഫിൾസ്, ആ ഷഫിൾ സ്റ്റെപ്സ് അത് അവസാനം ചെയ്തു. പുള്ളി അത്രയും ഒരു എന്താ ഡൗൺ ടു എർത്ത് ആയിട്ട് അത് പഠിപ്പിച്ച് കൂടുന്ന ഡയറക്ടറോട് മാസ്റ്റർ ചെയ്യുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചെയ്തു എന്ന് വരാൻ പറ്റില്ല, ഉള്ളതുപോലെ ഇങ്ങനെ അത് അദ്ദേഹത്തിന് അതാ പറഞ്ഞത്. അദ്ദേഹം ഒരു ലെജൻഡാണ്. നമ്മള് എന്താ പറയാ, അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിനെ കാണുന്ന പോലെ കാണാൻ പറ്റി എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മൂമെന്റ് പുള്ളിനെ പഠിപ്പിക്കുക, ഒരു ഒരു കൊറിയോഗ്രാഫർ അദ്ദേഹത്തിന് മുന്നിൽ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഞാനന്ന് എല്ലാവരും ആ നിമിഷം സാറിനെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഓർത്തു. ഈ പറഞ്ഞവരും നമ്മളെ വിഷമിപ്പിച്ചവരും നമ്മളെ ഇതാക്കുന്നവരും ഒക്കെ ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ അറിയുന്ന ലോകം അറിയപ്പെടുന്ന ലാലേട്ടനെ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നതിലൊരു
അപ്പോൾ ഒത്തിരി സന്തോഷമായി. സാറിനെയാണെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്തും നമുക്ക് എൻ്റെ കയ്യിലാണല്ലോ ഇത് തരുന്നത്. അപ്പോൾ ഞാൻ കട്ട് പറയുമ്പോൾ ഞാൻ ചെറിയ എന്തോ ഒരു സാറ് ചെയ്യുമ്പോൾ ഒരു മിസ്സിങ് എന്തോ ഒരു കാര്യം സാറിന് തന്നെ സാർ കട്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ട് ഞാൻ ചെയ്തത് തെറ്റാണ് മോനെ. ഇല്ല സാർ അത് തെറ്റല്ല, തെറ്റാണെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. അത് ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം പുള്ളി 10 സ്റ്റൈലിൽ പുള്ളി ചെയ്ത് കാണിച്ചു. ശരിക്കും ജോബിൻ മാസ്റ്ററിന്റെ കിളി പറഞ്ഞു. കിളി ശരിക്കും പറഞ്ഞു. എന്റെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടറും പുള്ളി രണ്ടുപേരും, പുള്ളി പിന്നെയും അദ്ദേഹമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ ഒന്നല്ല, ചെയ്യുന്ന സാധനത്തിന്റെ 10 വേർഷൻ അതില് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയിട്ട് അവിടെ വന്നിരുന്നിട്ട് നമ്മളെ വിളിച്ച് മോണിറ്ററിന്റെ മുന്നിൽ നിന്ന് എങ്ങനെയാണ് മോനെ, കുഴപ്പമുണ്ടോ, അത് നീ ഒന്നും കൂടെ മാറ്റി ചെയ്യണോ, അത് ചോദിക്കുന്ന ഇന്നുള്ള ആൾക്കാർക്ക് അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഇന്നത്തെ ലേറ്റസ്റ്റ് ആൾക്കാരെ വരെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയാ, ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ, അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം സ്വന്തം ലാലേട്ടനായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പൊ പക്ഷെ ഈ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇനിയാണ് കഥ. അതാ ഓക്കെ. അപ്പൊ ആ സാബുചേട്ടൻ സാബുശ്രീകൾ അന്ന് പറഞ്ഞല്ലോ ആ ഒരു പേരില് എല്ലാ ഒരാളുടെ പേരിൽ. അപ്പൊ ഞാൻ അന്ന് ആ കണ്ണടച്ച് അത് കഴിഞ്ഞപ്പം പ്രോഗ്രാം ഇതെല്ലാം കഴിഞ്ഞു. എന്റെ മൊബൈൽ ആക്ച്വലി മിസ്സിംഗ് ആയിരുന്നു അന്ന്. ഇത് ഈ എന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്റെ മൊബൈല് കാണുന്നില്ല. അപ്പൊ ഞാൻ എല്ലായിടത്തും തപ്പി നടക്കുന്ന എവിടെയൊക്കെയാ ഉള്ള. അങ്ങനെ ലാസ്റ്റ് ആ മൊബൈൽ ഇരുന്നത് ലാലേട്ടന്റെ റൂമിലായിരുന്നു. അപ്പൊ ഫുൾ അന്ന് പ്രൊട്ടക്ഷനാണ് വെച്ചാൽ എല്ലാം ഫുൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാസ്റ്റർ വരുന്നപ്പോ തന്നെ എല്ലാവരും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എനിക്കൊന്ന് എന്റെ മൊബൈല് റൂമിലാന്ന് തോന്നുന്നു, ഒന്ന് എടുക്കണം അങ്ങനെ പറഞ്ഞ് ഒന്ന് ഞാൻ ഇപ്പം പറയാം. എന്നിട്ട് മാനേജർ ആരുടെ അടുത്ത് പറയാൻ വേണ്ടി ഉള്ളോട്ട് പോയി. അടുത്ത വാതിൽ തുറന്ന് വന്ന് നോക്കിയത് ലാലേട്ടനായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ജപം വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് എന്നെ തന്നെയാണോ പ്രധാനം പഠിപ്പിച്ചതാണെങ്കിൽ നമുക്കുണ്ടല്ലോ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന. അപ്പൊ ഞാൻ വന്ന് ചെന്ന് എന്നോട് അവർ ഇരിക്കാൻ പറഞ്ഞു. ഒരു 2 മിനിറ്റ്സ് എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, മാസ്റ്റർ ഒരു ജോബിൻ ഒരു 5 മിനിറ്റ്സ് ഇരിക്കി. അവർ അവിടെ എന്തോ ഒരു കാര്യങ്ങൾ കഴിയുന്നു, അവർ പോകുന്നു. പിന്നെ എന്നെ ഒത്തിരി നേരം എൻ്റെ അവിടെ വർത്താനം പറഞ്ഞ് എൻ്റെ അവിടെ ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ ചോദിക്കുന്നുള്ള ഒരു ഇതുണ്ട്. എപ്പോഴും എന്താ ചെയ്യുക, അങ്ങനെ ഒരു പ്രൊഫഷണൽ ഉള്ളവർ അധികം അങ്ങനെ ചോദിക്കാറില്ല. നമ്മളെ ഞാനൊരു സെൽഫി എടുത്തോട്ടെ അങ്ങനെ ചോദിക്കാൻ ചിലവർക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പം ഞാൻ ഉള്ളിലെ ഫുൾ ആഗ്രഹം കൊണ്ടും ഞാൻ ബബായി പറഞ്ഞ് എന്നോട് ഒത്തിരി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ നമുക്ക് ഇനിയും കാണണം, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ ബബായി പറഞ്ഞ് ഇറങ്ങി ചോദിച്ചപ്പോ ലാലേട്ടൻ യു വാണ്ട് ടു ടേക്ക് ഫോട്ടോ വിത്ത് മീ ചോദിച്ചു. അതില് അപ്പൊ അത്രയും വരെ അദ്ദേഹത്തിന് അറിയാന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള എനിക്കൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട് അതുവരെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പം ഞാൻ തിരിഞ്ഞു നിന്ന് എന്നെ വിളിച്ച് ഒരു വീണ്ടും ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് എനിക്ക് വേണ്ടി നിന്ന് അദ്ദേഹത്തിന് ഞാൻ ഇപ്പോഴും ആ DP മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ DP എനിക്ക് മാറ്റാൻ പറ്റുന്ന ഞാൻ വൈറ്റ് ഇതായിട്ടുണ്ടായിരുന്നു, ബ്ലൂ ജീൻസാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പം ലാലേട്ടൻ അന്ന് വൈറ്റ് ഇതായിട്ട്. അപ്പൊ ഞാൻ ലാലേട്ടനോട് അങ്ങോട്ട് ചോദിച്ചു, ഒന്ന് ലാലേട്ട രണ്ടും സെയിം ബ്ലൂ ആൻഡ് വൈറ്റ് അല്ല ഒരു കോട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പം അത് വേണമെങ്കിൽ വേറെ ഞാൻ സാർ അത് ഇട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ലാലേട്ട അത് ഇട്ടു. എന്തിനാ നീ വൈറ്റ് ആൻഡ് ബ്ലൂ, ഞാൻ വൈറ്റ് ആൻഡ് ബ്ലൂ ആന്ന് പറഞ്ഞാൽ അടുത്ത് നിർത്തി ഫോട്ടോസ് എടുത്ത് ഒത്തിരി നേരം ഇതാക്കി 5-10 തവണ അത് വേണ്ട ഈ ആംഗിളിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് വേറെ ആൾക്കാരോട് അത് കറക്റ്റ് ആയിട്ടില്ല, കുറച്ചുകൂടെ നല്ലതായിട്ട് എടുക്കും, ഇങ്ങനെ എടുക്കും. എൻ്റെ അടുത്ത് ഒരു 10 ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് കാത്ത് സൂക്ഷിച്ച് എപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അപ്പം ആ സ്റ്റോറിന്റെ എൻഡ് എന്ന് പറയുന്നത് സാബുശ്രീകൾ പറഞ്ഞിരുന്നു ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ അപ്പൊ പറഞ്ഞു ചെയ്ത്. പക്ഷെ ഞാൻ ഓൾറെഡി അദ്ദേഹത്തെ കൊറിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ബ്രദറാണ് സാബുശ്രീകൾ ആ ഡയറക്ടർ. എന്നെ അപ്പൊ ഒന്നും കൂടെ ഹോൾഡ് ചെയ്ത് എന്നോട് പറഞ്ഞു, നീ സാബുവിന്റെ ബ്രദറാണോ, നീ ഇത്രയും നേരമായിട്ട് അത് പറഞ്ഞില്ലല്ലോ. ഭയങ്കര ഹാപ്പി ആയി. അതെനിക്ക് ഒത്തിരി, ഞാൻ ഇന്ന് തന്നെ വിളിക്കും സാബുവിനെ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇന്ന് തന്നെ സാബുവിനെ വിളിക്കും, സംസാരിക്കും, നീ എന്നെ കൊറിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് ബബ്ബായി പറഞ്ഞു. ഞാൻ അപ്പോൾ ഇറങ്ങി പറഞ്ഞു, ഒരിക്കലും സാബുട്ടൊന്ന് വിളിച്ച് അങ്ങനെ ഒന്നും പറയേണ്ട ഒരു ഇതുണ്ടാവില്ലായിരിക്കുമല്ലോ.
ഞാൻ പോയി അടുത്ത ഷോട്ട് എടുത്ത് ഞാൻ ഫോൺ മൈക്ക് എടുത്ത് അടുത്ത ഷോട്ട് വയ്ക്കുന്ന വേറെ ആൾക്കാർ വയ്ക്കുന്ന സമയത്ത് എനിക്ക് സാബുസിനുള്ള കോൾ വന്നു. ഞാനൊന്ന് ഇത് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് വിളിച്ച് അങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന ആളല്ല സാബു ചേട്ടൻ. അങ്ങനെ പെട്ടെന്ന് കോള് വരികയാണ്. നോക്കുമ്പോൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് സാബുസിൽ ഞാൻ പെട്ടെന്ന് നമ്മൾ അങ്ങനെ പെട്ടെന്ന് എപ്പോഴും വിളിക്കാറില്ലല്ലോ. അപ്പം തന്നെ എടുത്ത് ജോബിന് ഇപ്പം ഇതിലാ വർക്കിലാന്ന് എനിക്കറിയാം. ലാലേട്ടൻ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ ഓർത്ത് ഞാൻ അഭിമാനം, ഐ എം പ്രൗഡ് ഓഫ് യു ജോബൻ ആസ് എ ബ്രദർ. നീ ഇതുവരെ ഒന്നും പറയാണ്ട് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി, ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. നിന്റെ തിരക്ക് കഴിയട്ടെ, ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഒത്തിരി എന്താ പറയുക, ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു അജയൻ. അതൊരു ആ പണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരാളുടെയും പേരിൽ അറിയേണ്ട, നിനക്ക് നിൻ്റെതായ ഒരു സിഗ്നേച്ചറിൽ ജോബിൻ മാസ്റ്ററായിട്ട് അറിയുന്ന ഒരു ദിവസം, ജോബിനായിട്ട് അറിയുന്ന ഒരു ദിവസം വരുന്നു പറഞ്ഞപ്പോൾ അത് ലാലേട്ടൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഇതിൽ വോക്കില്ല, ചെറിയ വോക്കാണെങ്കിലും കുറെ കോൺട്രവേഴ്സി ഇതിലൊക്കെ ഉണ്ടെങ്കിലും എന്തിനാണ് ആ സ്റ്റെപ്പ് കളിച്ചത്, അത് ലാലേട്ടൻ തന്നെയാണ്. അത് ആ ഒരു ഞാൻ 15 സ്റ്റെപ്സിന്റെ ഡിവൈഡഡ് ബൈ ഇങ്ങനെ ഓരോ സെഷൻസ് ആക്കി വെച്ചാലും സാർ തന്നെയാണ് അത് തന്നെ ഓപ്റ്റ് ചെയ്തത്. അപ്പം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അത് ചെയ്തതുകൊണ്ടാണ് സാറിൻ്റെ കൂടെ തന്നെ അത് ചെയ്യാൻ പറ്റിയതില്ല. ജീവിതത്തിൽ ഇന്നും സിഗ്നേച്ചർ കേട്ടോ ഈ ഓരോ മൊമെന്റ്സും. ഇതുപോലെ തന്നെയാണ് ഓം ശാന്തി ഓശാനയിലെ ഇന്നും കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ആ ഒരു പാട്ട്. അതിന്റെ ആ കഥ